ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയാ, മിനിയാന്ന സ്റ്റാർട്ട് ചെയ്ത ഡിസ്കൗണ്ട് ആണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഏപ്രിൽ മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളില്ലാതെ ഈ വ്യക്തി സന്തോഷകരമായി ജീവിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഈ വ്യക്തിയുടെ അവസ്ഥ ഈ റീഡിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങളില്ലാതെ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ്? യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് ഈ പേഴ്സൺ എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ ഈ വ്യക്തി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എനർജി തന്നെ നമ്മളൊരു ലവ് മെസ്സേജ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എസ്കേപ്പ് ആണ്. ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് നടന്നു നീങ്ങിയതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കണമായിരുന്നു. പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കാതെ ഈ വ്യക്തി ദൂരേക്ക് നടന്നു നീങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത്, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഈ പേഴ്സൺ ദൂരേക്ക് അകന്ന് നീങ്ങിക്കളഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഇതാണ് നമുക്ക് ബേസിക്കലി കാണാൻ സാധിക്കുന്നത്. അത് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് സ്വയം പുച്ഛം തോന്നിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണോട് തന്നെ നാണം തോന്നിക്കുന്നുണ്ട്, പുച്ഛം തോന്നിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് കൂടോത്രം, മന്ത്രവാദം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥന, റിവേഴ്സ് ആയിട്ടുള്ള എനർജി, ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറ്റിപ്പിരിയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കാരണം നിങ്ങളോട് തല്ലുപിടിക്കുകയും നിങ്ങളുമായിട്ട് വാക്കുതർക്കം ചെയ്യുകയും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ കുറെ കാര്യങ്ങളിൽ നിരപരാധിയാണ്. അതുപോലെ നിങ്ങളും കുറെ കാര്യങ്ങളിൽ നിരപരാധികളാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു മാച്ച് ഇല്ലാതെ, ഒരു പരസ്പര ധാരണയില്ലാതെ, സ്നേഹമില്ലാതെ മുന്നോട്ട് പോയത് ഈ ഒരു ദുഷ്ടശക്തികളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് പലപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. മേ ബി നിങ്ങൾ എവിടെയെങ്കിലും ജ്യോത്സ്യ സംബന്ധമായിട്ട് നോക്കാൻ പോയപ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിൽ തോന്നിയപ്പോഴോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞറിയുകയോ ചെയ്തപ്പോഴായിരിക്കാം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് പോലും. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്, മറ്റാരോ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു നെഗറ്റീവ്. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പക്ഷെ നമുക്ക് ഈ ഒരു എനർജി ഭൂരിഭാഗം ആൾക്കാരിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാലൻസ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ഈ വ്യക്തിക്ക് പലപ്പോഴും ഒരു കാര്യങ്ങളിലും സന്തോഷകരമായിട്ടുള്ളൊരു ബാലൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ സന്തോഷകരമായിട്ടുള്ള ബാലൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആ ഒരു ജീവിതത്തിന് ഒരു സന്തുലിതാവസ്ഥയിൽ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ എന്താ പറയാ, അതായത് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടും ഒരു ബാലൻസിന് വേണ്ടിയിട്ടും തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു ബാലൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് സംസാരിക്കണോ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ, നിങ്ങൾ വരുന്ന സ്ഥലത്ത് ഈ വ്യക്തിക്കും വന്നിട്ട് നിങ്ങളെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് മീറ്റപ്പ് തരണോ, നിങ്ങളെ സർപ്രൈസ് ആയിട്ട് കാണണോ, നിങ്ങളെ നേരിട്ട് ഈ വ്യക്തിയുടെ അടുത്തേക്ക് ഇൻവൈറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്യണോ, ഫ്രണ്ട്സ് വഴി കോണ്ടാക്ട് ചെയ്യണോ എന്നിങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുമായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോയപ്പോൾ മുതൽ തൊട്ടുള്ള ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. വാവ്, കിങ് ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് വളരെയധികം ഒരു ബുദ്ധിമാനായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാരുള്ള ഒരുപാട് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി അത്ര പെട്ടെന്നൊന്നും തകർന്നു പോവുകയില്ല, അല്ലെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതായി പോവുകയില്ല എന്ന് ഈ പേഴ്സൺ വിചാരിച്ചു. ഈ പേഴ്സണ് സംസാരിക്കാനും മനസ്സ് തുറക്കാനും ഒരുപാട് കൂട്ടുകാരുണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിച്ചു. നിങ്ങൾ പോയാലും ഈ വ്യക്തി തകർന്നു പോവുകയില്ല, ഈ വ്യക്തിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട് എന്നൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷെ സംഗതി നേരെ തിരിഞ്ഞാണ് സംഭവിച്ചത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ ഇന്റലിജന്റ് ആണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല സാമ്പത്തികം ഉണ്ട്, എല്ലാം ഉണ്ട്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾ അകന്നു പോയ ആ നിമിഷം മുതൽ തൊട്ട് ഈ വ്യക്തി ഒന്നുമല്ലാതായി തുടങ്ങി എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ പല വിധത്തിലും റിക്കവർ ആകാൻ നോക്കി, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ഈ വ്യക്തി നല്ല രീതിയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ഇപ്പോ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഇപ്പോ മറ്റുള്ളവരോട് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ആരോടും മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് മനസ്സ് തുറക്കേണ്ടത് നിങ്ങളുമായിട്ടാണ് ഈ വ്യക്തിക്ക് സംസാരിക്കേണ്ടത്. പക്ഷെ നിങ്ങളായിരുന്നു ഈ പേഴ്സന്റെ സന്തോഷം. ഇതാണ് ഈ പേഴ്സൺ ഇപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. യെസ്, സംതിങ് മിസ്സിങ്. അത് ഇന്റിമസി ഓർ ഫെർട്ടിലിറ്റി ഇഷ്യൂസ്. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇന്റിമസി ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇന്റിമസി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റിമസി ഇല്ല, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ഇല്ലായ്മ ഈ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു, ആ ഒരു സ്നേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസിക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒരു കുട്ടി വേണം, ഒരു കുട്ടികൾ ഉണ്ടാകണം, അതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇനി ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ലവ് ആണ് കാണിക്കുന്നത്. കാരണം അത്രയും ഒരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ദൈവത്തിന്റെ അംശമുള്ള ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു കാര്യമാണ് പ്രണയമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ ഒരു പ്രണയത്തോടുള്ള അഗാധമായിട്ടുള്ള ഒരു അഡിക്ഷനാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അട്രാക്ട് ചെയ്യുന്നതും. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണ്. ഈ പേഴ്സന്റെ ഹൃദയം, കാരണം വേറെ ആരൊക്കെ കൂടെ ഉണ്ടായാലും എന്താ പറയാ, ആ ഒരു സ്നേഹം, നിങ്ങളുമായിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ സാന്നിധ്യമാണ് തനിക്ക് ഏറ്റവും വലുതെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആൻഡ് ഓൾസോ ദ ബ്രൈറ്റ് ഹേർട്ട് ചക്ര ഈ പേഴ്സന്റെ ഓപ്പൺ ആവുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ ഒട്ടും ഇമോഷണൽ അല്ലായിരുന്നു. ആര് വന്ന് മുന്നിൽ നിന്ന് കരഞ്ഞാലും ഈ വ്യക്തി സങ്കടപ്പെടൂല. ഈ വ്യക്തി വളരെയധികം കാഠിന്യ ഹൃദയമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ എന്താ പറയാ, ഈ പേഴ്സൺ ഇപ്പോ മാനസികപരമായിട്ട് വളരെയധികം ഇമോഷൻസിനെ മനസ്സിലാക്കുന്നുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ഇമോഷണൽ എന്താണ്, മനസ്സിലെ സങ്കടം എന്താണ്, മനസ്സിന്റെ വിങ്ങൽ എന്താണ്, മിസ്സിങ് എന്താണ്, ഇതെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ പേഴ്സന്റെ എല്ലാ ഇമോഷൻസും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിനിയാന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, 2-3 ദിവസമായി. ഏപ്രിൽ മാസം 2026 ഡിസ്കൗണ്ട് ആണ്. പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.